മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൽ വരുന്ന ടോപ്പിക്കായ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. സോ എന്താണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, എന്താണ് എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ആപ്ലിക്കേഷൻ എന്നീ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. So first, it is a powerful instrument for the quantitative determination of trace metals in a liquid. അതായത് നമ്മുടെ ഇരിക്കുന്ന ലിക്വിഡ് സാമ്പിളിൽ എന്തെങ്കിലും ട്രേസ് മെറ്റൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്, ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രേസ് മെറ്റൽസ്. ഇനി ഏകദേശം about 60 to 70 elements can be determined by this technique. ഏകദേശം ഈ ഒരു നല്ലൊരു അതുകൊണ്ടാണ് പവർഫുൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഏകദേശം 60 മുതൽ 70 എലമെൻറ്റുകളുടെ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നു. കോമൺ ആയിട്ട് റെയർ എർത്ത് മെറ്റൽസ് ആർ ആൾസോ ഡിറ്റർമൈൻഡ്. അതായത് റെയർ എർത്ത് മെറ്റൽസിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടും അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാൻ പറ്റുന്നു. റെയർ എർത്ത് മെറ്റൽസ് ഉദ്ദേശിക്കുന്നത് സ്കാൻഡിയം, ലന്താനം പോലുള്ള റെയർ എർത്ത് മെറ്റൽസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നു, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ഈസ് എ ഹൈലി സെൻസിറ്റീവ് ടെക്നിക്ക്. പവർഫുൾ ആണ്, അതോടൊപ്പം തന്നെ സെൻസിറ്റീവ് ആണ്. അതായത് വളരെ ട്രേസ് എമൗണ്ട് ഓഫ് മെറ്റലിനെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു പവർഫുൾ ആണ്, ഹൈലി സെൻസിറ്റീവ് ടെക്നിക്കാണ്, മെയിൻലി യൂസ്ഡ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രേസ് മെറ്റൽസ് ഇൻ എ ലിക്വിഡ് സാമ്പിൾ. ഇനി എങ്ങനെയാണ് ഒരു ലിക്വിഡ് സാമ്പിളിലുള്ള മെറ്റൽസിനെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇതിൻ്റെ പ്രിൻസിപ്പിളാണ് ഇനി പറയാൻ പോണത്. The absorption of energy by ground state atom in the gaseous state is the basic principle of the atomic absorption spectroscopy. അതായത് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് എനർജി ആണ്. എന്താണ് അബ്സോർപ്ഷൻ ഓഫ് എനർജി ബൈ എ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റം. ഏത് ഫോമിൽ നിൽക്കുന്നു, ഗേഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന. അതായത് നമ്മുടെ ഇരിക്കുന്ന സാമ്പിൾ, നമ്മളിനി വരുന്ന സ്ലൈഡുകളിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പ്രിൻസിപ്പിൾ ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ സാമ്പിളിനെ നമ്മൾ അപ്പോൾ എന്താക്കി മാറ്റണം എന്നർത്ഥം, ഗേഷ്യസ് ഫോമിലോട്ട് ആക്കണം എന്നർത്ഥം. ഈ ഗേഷ്യസ് ഫോമിൽ നിൽക്കുന്ന നമ്മുടെ ഈ സാമ്പിളിൽ എന്തിനെ അബ്സോർബ് ചെയ്യുന്നു, എനർജി അബ്സോർബ് ചെയ്യുന്നു. ആ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അത് ഏത് സ്റ്റേറ്റിലായിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. അതായത് ഗേഷ്യസ് ഫോമിൽ നിൽക്കുന്ന സാമ്പിള് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുമ്പം അവ എന്ത് ചെയ്യുന്നു, എനർജിയെ അബ്സോർബ് ചെയ്യുന്നു. ഈ എനർജി അബ്സോർബ് ചെയ്യുന്നതാണ് ഈ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ എന്തെന്ന് പറയുന്നത്, ബേസിക് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഇനി ബാക്കി നമുക്ക് നോക്കാം. വെൻ എ സൊല്യൂഷൻ, ഈ നമുക്ക് ഡീറ്റെയിലോട്ട് നോക്കാം. വെൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് മെറ്റാലിക് സ്പീഷീസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ ഫ്ലെയിം, എ വേപ്പർ ഓഫ് മെറ്റാലിക് സ്പീഷീസ് വിൽ ബി ഒബ്റ്റെയിൻഡ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ സൊല്യൂഷൻ ആയിരിക്കും, നമ്മുടെ ഇരിക്കുന്ന സാമ്പിൾ. ഓക്കെ, ആ സാമ്പിളിനകത്ത് എന്തുണ്ട്, മെറ്റൽ അയോൺസ് പ്രസൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം, വെൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് മെറ്റാലിക് സ്പീഷീസ് കണ്ടെയ്നിങ് സൊല്യൂഷൻ. അതാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ഫ്ലെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫ്ലെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിലെ വേപ്പർ ഓഫ് മെറ്റാലിക് സ്പീഷീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഇരിക്കുന്നത് എന്ത് ഫോമാണ്, സൊല്യൂഷൻ ഫോമാണ്. അതിനെ എന്ത് ഫോമിലോട്ടാക്കാൻ വേണ്ടി, വേപ്പർ ഫോമിലോട്ടാക്കാൻ വേണ്ടി. കാരണം നമ്മുടെ പ്രിൻസിപ്പിൾ പ്രത്യേകം പറയുന്നുണ്ട്, അബ്സോർപ്ഷൻ ഓഫ് എനർജി ബൈ എ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റം ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ വേപ്പർ ഫോമിൽ നിൽക്കണം. വേപ്പർ ഫോമിൽ നിൽക്കുമ്പോഴാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആ എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇരിക്കുന്ന സാമ്പിൾ എന്താണ്, ലിക്വിഡാണ്. അതിനെ നമ്മളൊരു ഫ്ലെയിമിലോട്ട് എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വെറും ലിക്വിഡ് അല്ല, ലിക്വിഡ് കണ്ടെയ്നിങ് മെറ്റാലിക് സ്പീഷീസ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട മെറ്റൽ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതിനെ നമ്മളൊരു ഫ്ലെയിമിലോട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ മെറ്റാലിക് സ്പീഷീസ് അടങ്ങിയിട്ടുള്ള എന്ത് കിട്ടുന്നു, ഒരു വേപ്പർ ഫോമിനെ നമുക്കിവിടെ കിട്ടുന്നു. ഓക്കെ, അടുത്തത് ദ ആറ്റം മേ ബി എക്സിസ്റ്റ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, അതായത് ആറ്റത്തിന് രണ്ട് സ്റ്റേറ്റിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്, ഒന്നെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇനി the ground state atoms of the metal may absorb the light radiation with their own resonance wavelength. ഇനി ഇവിടെയാണ് ഇപ്പം നമ്മളിൽ ഒരു സാമ്പിൾ മെറ്റാലിക്
സ്പീഷീസ് കണ്ടെയ്നിങ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിനെ നമ്മളൊരു ഫ്ലെയിമിലോട്ട് എന്ത് ചെയ്തു കാണിച്ചു. അപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു വേപ്പർ കിട്ടി. ഈ വേപ്പറിനകത്ത് എന്തുണ്ട്? മെറ്റാലിക് അയോൺ സ്പീഷീസ് ഉണ്ട്. ഇതിൽ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസും ഉണ്ടാവും, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആറ്റംസും ഉണ്ടാകും. ഇതിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് എന്ത് ചെയ്യുന്നു? എനർജി അബ്സോർബ് ചെയ്യുന്നു. എനർജി അബ്സോർബ് ചെയ്യുന്നതാണ്, അതായത് ഇതിലൊരു പർട്ടിക്കുലർ മെറ്റൽ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ കോപ്പർ ആകാം, പൊട്ടാസ്യം ആകാം, അലൂമിനിയം ആകാം, അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റൽ ഇതിനകത്ത് ഉണ്ടാകാം. ആ മെറ്റലിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത്തുള്ള റേഡിയേഷനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അതായത് ഓരോ മെറ്റലും ഓരോ പർട്ടിക്കുലർ വേവ് ലെങ്ത്തുള്ള റേഡിയേഷനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അത് ഏത് മെറ്റലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുവഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അബ്സോർബ് ചെയ്ത റേഡിയേഷൻ നമ്മളൊരു മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നു. പിന്നെ അതിനെ എന്ത് ചെയ്യുന്നു? ഈ അബ്സോർബ് ചെയ്ത ലൈറ്റ് റേഡിയേഷൻ നമ്മളൊരു ഇലക്ട്രിക് സിഗ്നൽ ആക്കുന്നു ഡിറ്റക്ടർ വഴി. അത് ഏത് പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലാണ് അത് അബ്സോർബ് ചെയ്തെന്ന് നോക്കുന്നു. അത് ഏത് മെറ്റലിന് കറസ്പോണ്ടിങ് ആണെന്നുള്ളത് നോക്കുന്നു. ഇപ്പോൾ കോപ്പറിനാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മെറ്റാലിക് സ്പീഷീസ് ഉണ്ടായിരുന്നത് കോപ്പർ ആയിരുന്നു. ഇനി പൊട്ടാസ്യം ആണെങ്കിൽ വേറൊരു വേവ് ലെങ്ത്തിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് പൊട്ടാസ്യം ആണെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആറ്റത്തിന് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ്, അപ്പോൾ ആ പർട്ടിക്കുലർ മെറ്റൽ അതിനകത്ത് പ്രസന്റ് ആണ്. പക്ഷേ എപ്പോഴും ഓർത്തോണം, എല്ലാ മെറ്റൽ അയോൺസും ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലായിരിക്കും. ഓരോത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത് ആയിരിക്കും അബ്സോർപ്ഷൻ നടക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് ലിക്വിഡ് സാമ്പിൾ കണ്ടെയ്നിങ് എ മെറ്റാലിക് സ്പീഷീസ്. വി ആർ എന്ത് ചെയ്യുന്നു? അതിനെ വേപ്പർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റുന്നു. അപ്പോൾ അതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസും ഉണ്ടാവും, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആറ്റംസും ഉണ്ടാകും. നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് എന്ത് ചെയ്യുന്നു? പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ഒരു എനർജിയെ, ഒരു റേഡിയേഷൻ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ എത്രയാണെന്നുള്ളത് ദാറ്റ് വിൽ ബി സ്പെസിഫിക് ഫോർ ഈച്ച് മെറ്റൽ. ഓരോ മെറ്റലിനും പർട്ടിക്കുലർ ആയിട്ടുള്ള വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളത്? അബ്സോർബ് ചെയ്യത്തുള്ളൂ. അത് അബ്സോർബ് ചെയ്ത റേഡിയേഷൻ നമ്മളൊരു മോണോക്രോമാറ്റർ യൂസ് ചെയ്ത് അതിനെ ഒരു ഡിറ്റക്ടറിലോട്ട് കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു. ഇതാണ് ഈ ഒരു അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിൽ വരും ഡീറ്റെയിൽസ് നോക്കാം. സോ ദസ് when a light radiation is passed through a flame having an atom of metallic species, light radiation is absorbed. ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ഒരു സാമ്പിൾ ആയിരുന്നു. ആ സാമ്പിളിൽ എന്തുണ്ട്? മെറ്റാലിക് സ്പീഷീസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ഫോമിലോട്ടാക്കി? വേപ്പർ ഫോമിലോട്ടാക്കി. ഓക്കെ, വേപ്പർ ഫോമിലായിട്ട് കഴിയുമ്പം അതിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് എന്തിനെ അബ്സോർബ് ചെയ്യുമെന്നാണ് പറഞ്ഞത്? കണ്ടോ? when a light radiation is passed through flame. ഇപ്പം ഫ്ലെയിം കത്തിച്ചിങ്ങനെ വെച്ചിരിക്കുവാണ്. അപ്പോഴാണ് ഇത് വേപ്പർ ഫോമിലായി. വേപ്പർ ഫോമിൽ നിൽക്കുമ്പോഴാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് ഉണ്ടാവുക അതിനകത്ത്. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് എന്തിനെ അബ്സോർബ് ചെയ്യുന്നു? ഈ ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ടോ ഹാവിങ് ആറ്റംസ് ഓഫ് മെറ്റാലിക് സ്പീഷീസ് ആൻഡ് ലൈറ്റ് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ്. ഇനിയാണ് കണ്ടോ, അബ്സോർബ്ഡ് റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ആറ്റംസ് ഇൻ ഫ്ലെയിം. ഇതിൽ എത്രത്തോളം മെറ്റൽ അയോൺസ് ഉണ്ട്? ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇതിനകത്ത് 500 മെറ്റൽ അയോൺസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. കണ്ടോ, ദ അബ്സോർബ്ഡ് റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ആറ്റംസ് ഓഫ് ദി ഫ്ലെയിം. So the amount of light absorbed is measured in atomic absorption spectroscopy. ഇതിൽ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഈ ഒരു ആറ്റംസ് ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേഡിയേഷൻ എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്ര അബ്സോർബ് ചെയ്യുന്നു അത്രത്തോളം മെറ്റൽ അയോൺസ്, ആ പർട്ടിക്കുലർ മെറ്റൽ അയോൺസ് അതിൽ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഓവറോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. when a solution containing metallic species is converted into a vapor atom, the ground state atoms of that metallic species will absorb the light radiation of a particular wavelength, and the amount of radiation absorbed will be directly proportional to the amount of metal ion present in that sample. ഇതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. കണ്ടോ, നമ്മുടെ ഇരിക്കുന്ന അനലൈറ്റ് സൊല്യൂഷനാണ്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വേപ്പറൈസ്ഡ് ഫോമിലോട്ട് ആക്കണം. വേപ്പറൈസ്ഡ് ഫോമിലോട്ട് ആക്കിയതിന് ശേഷമാണ് അതിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നതും. ആ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് റേഡിയേഷൻ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മെറ്റൽ അതിൽ എന്തിലുണ്ടാകും? പ്രസന്റ് ആയിരിക്കും. ദ എമൗണ്ട് ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇതാണ് ഫ്ലെയിം. ഓക്കെ, ഫ്ലെയിമിലോട്ടാക്കി കഴിയുമ്പം ഈ സാമ്പിള്, ലിക്വിഡ് സാമ്പിള്
ഫ്ലെയിം കാണിച്ച് കഴിയുമ്പോൾ അത് എന്തിലോട്ടും ആകും, വേപ്പർ സ്റ്റേറ്റിലോട്ട്, വേപ്പർ ഫോമിലോട്ട് പോകും. ഇതിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് ിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റ് റേഡിയേഷൻ കടത്തി വിടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഈ ലൈറ്റ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത റേഡിയേഷനെ നമ്മളൊരു ഡിറ്റക്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം എന്ത് ഫോമിലോട്ടാക്കാൻ വേണ്ടി, വേപ്പർ സ്റ്റേറ്റിലോട്ടാക്കാൻ വേണ്ടിയിട്ട്. വേപ്പർ സ്റ്റേറ്റിലോട്ടാക്കി കഴിയുമ്പം അതിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത റേഡിയേഷനെ നമ്മളൊരു ഡിറ്റക്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ഈ ഡിറ്റക്ടറിൽ നമുക്ക് എത്ര എമൗണ്ട് റേഡിയേഷൻ അബ്സോർബ് ചെയ്തെന്ന് കിട്ടുന്നു, അത്രത്തോളം മെറ്റൽ അയോൺസും ഈ ഒരു സാമ്പിൾ സൊല്യൂഷനിൽ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ എന്താണ് ഡയറക്ട്ലി ഡയറക്റ്റ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, ലിക്വിഡ് സാമ്പിൾ ഈസ് ആസ്പിറേറ്റഡ് ടു ബിക്കം ആൻ എയറോസോൾ ഓഫ് ഫൈൻ പാർട്ടിക്കിൾ നെബുലൈസേഷൻ. നമ്മൾ ആദ്യം എന്താക്കണം, നെബുലൈസേഷൻ വഴി അതിനെ ഗേഷ്യസ് ഫോമിലോട്ട് ആക്കണം. ദ ഫ്ലെയിം വേപ്പറൈസസ് ദ എയറോസോൾ ആൻഡ് ദ എലവേറ്റഡ് ടെമ്പറേച്ചർ ഇൻ എ ഫ്ലെയിം ഓർ എ ഫർണസ് ചേഞ്ചസ് ദ കെമിസ്ട്രി ഓഫ് ദ ആറ്റംസ്. ദ ടെമ്പറേച്ചർ അഫക്ട് ദ റേഷ്യോ ഓഫ് എക്സൈറ്റഡ് ആൻഡ് അൺഎക്സൈറ്റഡ് ആറ്റംസ്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, അതായത് നമ്മുടെ ഇരിക്കുന്ന ലിക്വിഡ് സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലെയിമിലോട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഫ്ലെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലുള്ള ടെമ്പറേച്ചർ ഇതിനെ ഈ ലിക്വിഡ് സാമ്പിളിനെ എന്താക്കി മാറ്റുന്നു, വേപ്പർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടും അൺഎക്സൈറ്റഡ് ആറ്റംസ് ആയിട്ട് മാറ്റുന്നു. അതിലെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആറ്റംസ് എന്ത് ചെയ്യുന്നു, ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. എത്രത്തോളം അബ്സോർബ് ചെയ്തു എന്നുള്ളത് ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു. അത്രത്തോളം മെറ്റൽ അയോൺസ് ഇതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബിയേഴ്സ് ലാംബർട്ട്സ് ലോ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നത്. സോ ഇതാണ് ലൈറ്റ് സോഴ്സ്. നമ്മൾ നമുക്ക് ആവശ്യമുള്ള പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലെൻസ് ഉപയോഗിക്കുന്നു. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സാമ്പിള് ഫ്ലെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറുന്നു, ആറ്റമൈസ് ചെയ്തൊരു വേപ്പർ ഫോമിലോട്ട് ആകുന്നു. ഇനി അബ്സോർബ് ചെയ്ത റേഡിയേഷൻ മാത്രം, അതായത് ഇവിടെ ഇപ്പോൾ എന്തുണ്ട്, നമ്മുടെ മെറ്റാലിക് സ്പീഷീസ് കണ്ടെയ്നിങ് വേപ്പർ അയോൺസ് ഇരിക്കുവാണ്. ഈ ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത റേഡിയേഷൻ മാത്രം ഒരു മോണോക്രോമാറ്റർ വഴി എന്ത് ചെയ്യുന്നു, ഡിറ്റക്ടറിലോട്ട് എത്തുന്നു. ആ ഡിറ്റക്ടറിനെ അത് എന്ത് ചെയ്യുന്നു, റീഡ് ഔട്ട് ചെയ്യുന്നു. ഇതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണ്, ഒരു ലൈറ്റ് സോഴ്സ് വേണം. ഓക്കെ, ഇവിടെ ആദ്യം വേണ്ട എന്താണ്, ഈ ഒരു സാമ്പിളിനെ നമ്മൾ വേപ്പർ ഫോമിലാക്കി അതിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസിന് ആ ലൈറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ലൈറ്റ് സോഴ്സ് ഇവിടെ യൂസ് ചെയ്യണം അല്ലേ, ഒരു എനർജി നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഇൻസ്ട്രുമെന്റേഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവണം. അപ്പം എന്താണ് ലൈറ്റ് സോഴ്സ് നോക്കാം. ഷുഡ് ബി ഏബിൾ ടു എമിറ്റ്, ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് സോഴ്സിന് വേണ്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഷുഡ് ബി ഏബിൾ ടു എമിറ്റ് സ്റ്റേബിൾ ആൻഡ് ഇൻറ്റൻസ് റേഡിയേഷൻ ഓഫ് ദി എലമെന്റ് ടു ബി ഡിറ്റർമൈൻഡ്. നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഏതൊരു എലമെന്റ് ആയിരിക്കുമല്ലോ, അപ്പം അത് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു സ്റ്റേബിളും ഇൻറ്റൻസുമായിട്ടുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ലൈറ്റ് സോഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഷുഡ് ബി നാരോ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഹോളോ കാഥോഡ് ലാമ്പാണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് ഏതെന്നുള്ളത്. ഹോളോ കാഥോഡ് ലാമ്പ് എന്നോ മെർക്കുറി ടങ്സ്റ്റൺ ലാമ്പ് എന്നോ ഒക്കെ നമുക്ക് ഓപ്ഷനിൽ വരാം. അപ്പം ഏതാണ് യൂസ് ചെയ്യുന്നത്, ഹോളോ കാഥോഡ് ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. ഹോളോ കാഥോഡ് ലാമ്പ് ഈസ് യൂസ്ഡ് ആസ് എ ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ റേഡിയേഷൻ സോഴ്സ് ഫോർ ദി അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഹോളോ കാഥോഡ് ലാമ്പിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അപ്പം എന്താണ് ഇതാണ് ലൈറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ശരി, ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ സോഴ്സ് ഫോർ ദി അറ്റോമിക് അബ്സോർപ്ഷൻ മെഷർമെന്റ്. അറ്റോമിക് അബ്സോർപ്ഷൻ മെഷർമെന്റിൽ കോമൺലി യൂസ് ചെയ്യുന്നത്, എന്നാൽ വേറെ ഉണ്ട്, പക്ഷെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, ഹോളോ കാഥോഡ് ലാമ്പാണ്. എന്താണ് ഹോളോ കാഥോഡ് ലാമ്പിന്റെ പ്രത്യേകത നോക്കാം. ഇതിലൊരു ആനോഡും ഉണ്ടാകും, ഒരു കാഥോഡ് ഭാഗവും ഉണ്ടാകും. ഓക്കെ, ഇനി ഇത് ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചാണ് ഇത് കോമ്പോസിഷൻ എന്നുള്ളതും പ്രത്യേകതയുണ്ട്. അതായത് ആനോഡ് എപ്പോഴും കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും, ടങ്സ്റ്റൺ കൊണ്ടായിരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആനോഡ് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, ടങ്സ്റ്റൺ കൊണ്ടായിരിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കാഥോഡിന്റെ ഭാഗത്തിന് പ്രത്യേകതയുണ്ട്. കാഥോഡ് ഓഫ് ദ മെറ്റൽ ടു ബി ഡിറ്റർമിൻഡ് ആസ് ദി ഹോളോ കാഥോഡ്. അതായത് ഹോളോ കാഥോഡ് ലാമ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ആനോഡ് പോർഷനും ഉണ്ടാകും, കാഥോഡ് പോർഷനും ഉണ്ടാകും. അതിലെ ആനോഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ടങ്സ്റ്റൺ ആണെന്ന് പറഞ്ഞു.
കാഥോഡ് എന്ന് പറയുന്നത് ഏത് മെറ്റലാണോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് അതായിരിക്കണം കാഥോഡ് പാർട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ കോപ്പർ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടതെങ്കിൽ കോപ്പർ ആയിരിക്കണം ഇവിടെ എന്തായിട്ടുണ്ടായിരിക്കേണ്ടത് ഹോളോ കാഥോഡ് ലാമ്പിൽ യൂസ് ചെയ്യാനായിട്ട്. ഇനി പൊട്ടാസ്യം ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ കാഥോഡായിട്ട് യൂസ് ചെയ്യേണ്ടത് പൊട്ടാസ്യം ആണ്. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം. അത് മാറിക്കൊണ്ടിരിക്കും. ഏതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ഏത് മെറ്റലാണോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, അത് ആ മെറ്റലിൽ എത്രത്തോളം ഉണ്ട്, അത് അതിനെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്, അതിൽ കോപ്പർ ആണോ അല്ലെങ്കിൽ പൊട്ടാസ്യം ആണോ എന്നുള്ളത് അറിയണം, എത്രത്തോളം ഉണ്ടെന്നും അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ മെറ്റൽ ആയിരിക്കണം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാനായിട്ട് കാഥോഡ് പാർട്ടിൽ യൂസ് ചെയ്യാനായിട്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോളോ കാഥോഡ് ലാമ്പിനകത്ത് ഒരു ആനോഡ് പാർട്ടും ഉണ്ട്, കാഥോഡ് പാർട്ടും ഉണ്ട്. ആനോഡ് എപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റൺ കൊണ്ടായിരിക്കും. കാഥോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മെറ്റലാണോ ഡിറ്റർമിൻ ചെയ്യേണ്ടത് അത് വെച്ചിട്ടായിരിക്കും കാഥോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനിടയിൽ two electrodes are placed in a tube containing inert gas. അതായത് ഇതിലൊരു ഹോളോ കാഥോഡ് ലാമ്പ് എന്നല്ലേ പറഞ്ഞത്. ഈ ട്യൂബിൽ നിറച്ചും എന്തായിരിക്കും ഇനേർട്ട് ഗ്യാസ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുമായിരിക്കും, ലൈക്ക് ആർഗൺ ആൻഡ് നിയോൺ. അപ്പം ഹോളോ കാഥോഡ് ലാമ്പിന് ഒരു ആനോഡ് പോർഷനും ഉണ്ട്, ഒരു കാഥോഡ് പോർഷനും ഉണ്ട്. ആനോഡ് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, കാഥോഡ് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, ആൻഡ് ദ ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് ഇനേർട്ട് ഗ്യാസ്. അപ്പം ഇതാണ് ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ റേഡിയൻറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോളോ കാഥോഡ് ലാമ്പിൻ്റെ കാര്യങ്ങൾ. ഇനി lamp window is constructed of either quartz silica or glass and the material of the window depends upon the wavelength of the radiation to be transmitted. ഇനി നമ്മൾ നമുക്കിപ്പം ഇതാണ് നമ്മുടെ ഹോളോ കാഥോഡ് ലാമ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഹോളോ കാഥോഡ് ലാമ്പിൽ ഒരു ആനോഡ് പോർഷനും ഉണ്ട്, ഒരു കാഥോഡ് പോർഷനും ഉണ്ടാകും. ആനോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പോഴും എന്ത് വെച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു, ടങ്സ്റ്റൺ വെച്ചിട്ടായിരിക്കും. കാഥോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ ടു ബി ഡിറ്റർമിൻഡ് വെച്ചിട്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ എന്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്, ഇനേർട്ട് ഗ്യാസ് ആയ നിയോൺ അല്ലെങ്കിൽ ആർഗൺ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ഇതൊരു ഗ്ലാസ് ഷീൽഡാണ്. ഇനി ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു 300 വോൾട്ടേജ്, അതായത് the material of the window depends upon the wavelength of the radiation to be transmitted. 300 volt is applied between the anode and the metal cathode. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്, ചുമ്മാ ഹോളോ കാഥോഡ് ലാമ്പിനകത്ത് ഒരു ആനോഡും കാഥോഡും കുറച്ച് ഇനേർട്ട് ഗ്യാസും ഫില്ല് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മളിത് എന്ത് ചെയ്യണം, ഒരു 300 വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. എവിടെ, ബിറ്റ്വീൻ ദി ആനോഡ് ആൻഡ് ദി മെറ്റൽ കാഥോഡ്. എന്താണ് മെറ്റൽ കാഥോഡ് എന്ന് പറയാൻ കാര്യം, നമുക്ക് ഏത് മെറ്റലെയാണോ ഡിറ്റർമിൻ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് മെറ്റൽ കാഥോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനിടയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 300 വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിയുമ്പം ആർഗൺ അയോൺസ് ബൊംബാർഡ് ദി കാഥോഡ് ആൻഡ് സ്പട്ടർ ദി കാഥോഡ് ആറ്റംസ്. അതായത് നമ്മളിവിടെ പറഞ്ഞു എന്ത് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ആർഗൺ അല്ലെങ്കിൽ നിയോൺ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഫില്ല് ചെയ്തിട്ടുണ്ട് വെച്ച് പറഞ്ഞു ഈ ഗ്ലാസ് ഏരിയാസ്. അപ്പോൾ നമ്മൾ 300 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യും, ഈ നിയോൺ ആൻഡ് ആർഗൺ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്തിട്ട് അത് നമ്മുടെ കാഥോഡ് ആറ്റംസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു, മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു ഇല്ലേ. ഈ മെറ്റൽ ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഈ കാഥോഡ് മെറ്റൽ ആറ്റംസ് വിൽ ഗോ ടു ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഇപ്പം അത് 300 വോൾട്ട് അപ്ലൈ ചെയ്യുന്നേക്കാൾ മുമ്പ് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു 300 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ആർഗോണും നിയോണും തമ്മിൽ അവിടെ എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്താൽ ഇനേർട്ട് ഗ്യാസ് കൊളൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് എവിടെ കിട്ടുന്നു, ഈ കാഥോഡ് മെറ്റൽ ആറ്റത്തിൽ കിട്ടുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ തിരിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് അത് തിരിച്ചു വരുന്നത് ലൈറ്റ് റേഡിയേഷനെ എമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു 300 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ നിയോൺ ആർഗൺ മോളിക്യൂൾസ് അവിടെ കൊളൈഡ് ചെയ്ത് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ കാഥോഡ് മെറ്റൽ കാഥോഡിൽ ഉണ്ടാകുന്നു. അങ്ങനെ ആ മെറ്റൽ കാഥോഡ് ഏതെങ്കിലും ഇപ്പോൾ സപ്പോസ് നമ്മൾ കോപ്പർ വെച്ചിട്ടായിരിക്കും ആ മെറ്റൽ കാഥോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കുക. നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടതും കോപ്പറിൻ്റെ അളവാണ്. അപ്പം നമ്മുടെ കാഥോഡ് ഇപ്പം എന്താണ്, കോപ്പറാണ്. ആനോഡ് എന്താണ്, ടങ്സ്റ്റൺ ആണ്. ഈ ഒരു ഗ്ലാസ് ഏരിയ മൊത്തം നമുക്ക് എന്തുണ്ട്, ആർഗൺ ആൻഡ് നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 300 വോൾട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, ഈ ഇനേർട്ട് ഗ്യാസുകൾ എന്ത് ചെയ്യുന്നു, കൊളീഷൻ സംഭവിച്ചിട്ട് ഈ കോപ്പർ ആറ്റത്തിനെ, അതായത് നമ്മൾ കാഥോഡ് നിർമ്മിച്ചിരിക്കുന്ന ഈ കോപ്പർ ആറ്റത്തിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എങ്ങോട്ട് എത്തിക്കുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു ബൈ
അബ്സോർബിങ് ദ ഹീറ്റ് റേഡിയേഷൻ. ഇവിടെ ഉണ്ടാകുന്ന ആ ഹീറ്റ് റേഡിയേഷൻ ഈ കോപ്പർ ആറ്റം എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്തിട്ട് അതിനെ എന്ത് ഫോമിലോട്ടാക്കുന്നു? എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. അബ്സോർബ് ചെയ്യുന്നത് എന്തായിരിക്കും? ഹീറ്റ് റേഡിയേഷൻ ആയിരിക്കും. അങ്ങനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. പക്ഷെ തിരിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്നത് എന്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും? ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള കോപ്പർ മെറ്റൽ ആറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് റേഡിയേഷനെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത്. ഈ ലൈറ്റ് റേഡിയേഷനെയാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഈ ലൈറ്റ് റേഡിയേഷനെയാണ് നമ്മൾ സാമ്പിൾ സൊല്യൂഷനെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? വേപ്പർ ആക്കി മാറ്റിയിട്ടുണ്ട്. ആ വേപ്പറിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റം ഈ ലൈറ്റ് റേഡിയേഷനെയാണ് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആ ഹോളോ കാഥോഡ് ലാമ്പിന്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കണം. ആനോഡ് പോർഷനും കാഥോഡ് പോർഷനും. കാഥോഡ് പോർഷനിലുള്ള മെറ്റൽ അയോൺസ് എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. തിരിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ അത് ലൈറ്റ് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു. പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു. ആ ലൈറ്റ് റേഡിയേഷനാണ് നമ്മുടെ വേപ്പർ കണ്ടെയ്നിങ് മെറ്റാലിക് സ്പീഷീസ് ഓൺ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് വിൽ ഗെറ്റ് അബ്സോർബ്. ആ അബ്സോർബ് ചെയ്ത റേഡിയേഷന്റെ വേവ് ലെങ്ത് ആണ് നമ്മളൊരു ഡിറ്റക്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഇതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇപ്പോൾ ഹോളോ കാഥോഡ് ലാമ്പ് ആണ് മെയിൻലി കോമൺലി യൂസ് ചെയ്യുന്ന ലൈറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞു. ഇനി വേറെ ഒരു ലൈറ്റ് റേഡിയേഷൻ സോഴ്സും കൂടെ ഉണ്ട്. അത് ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പാണ്. ഓക്കെ, പേര് തന്നെ ഉണ്ട് ഇലക്ട്രോഡുകൾ ഇല്ലാത്ത. മറ്റടുത്ത് ആനോഡും കാഥോഡ് പോർഷനൊക്കെ ഉള്ള ഇലക്ട്രോഡായിരുന്നു. അതുകൊണ്ടാണ് 300 വോൾട്ട് അപ്ലൈ ചെയ്തതും. കാഥോഡിലുള്ള മെറ്റൽ അയോൺസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവുകയും തിരിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ ലൈറ്റ് റേഡിയേഷൻ, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യുന്നു. ആ ലൈറ്റ് റേഡിയേഷനെയാണ് നമ്മുടെ മെറ്റാലിക് വേപ്പർ sample in the ground state will get absorbed, and that absorbed radiation is detected in the atomic absorption spectroscopy, and the concentration of the absorbed radiation will be directly proportional to the concentration of that metal ions in the solution. എത്രത്തോളം ആ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആ വേപ്പർ അയോൺ ഫോമിൽ നിൽക്കുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് അബ്സോർബ് ചെയ്യുന്നു, അത്രത്തോളം മെറ്റൽ അയോൺസും അതിലുണ്ട്. അത് നമ്മൾ ബിയർ ലാംബേർട്സ് ലോ വെച്ചിട്ടാണ് ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്നത്. ഓക്കെ, ഇനി ഹോളോ കാഥോഡ് ലാമ്പ് കൂടാതെയുള്ള മറ്റൊരു ലൈറ്റ് റേഡിയേഷൻ സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പാണ്. This is used in case of those metals in which making the cathode is difficult. നമ്മൾ പറഞ്ഞില്ലേ ഹോളോ കാഥോഡ് ലാമ്പിലാണെങ്കിൽ ഏത് മെറ്റലാണോ ഡിറ്റർമിൻ ചെയ്യേണ്ടത് അപ്പോൾ ആ കാഥോഡിന്റെ മെറ്റൽ കോമ്പോസിഷൻ മാറ്റിക്കൊണ്ടിരിക്കണം. കോപ്പർ ഉണ്ടാക്കണമെങ്കിൽ കോപ്പർ വെച്ച് നിർമ്മിക്കണം, പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം, അങ്ങനെ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചില മെറ്റൽസിന്റെ കാഥോഡ്സ് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇൻ വിച്ച് മേക്കിംഗ് ദ കാഥോഡ് ഈസ് ഡിഫിക്കൾട്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലപ്പം ചില മെറ്റൽസിന്റെ കാഥോഡ് കിട്ടാൻ പാടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പാടാണെങ്കിൽ പർട്ടിക്കുലർലി ദോസ് വിച്ച് ആർ വോളറ്റൈൽ നേച്ചർ. വോളറ്റൈൽ നേച്ചർ ആകുമ്പോൾ എന്തായാലും ഹീറ്റ് എനർജിയല്ലേ അബ്സോർബ് ചെയ്യേണ്ടത്. കാഥോഡ് അവിടെ വെറുതെ ഇരിക്കുമല്ലോ. കാഥോഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയി തിരിച്ച് ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പം എന്തിനെ എമിറ്റ് ചെയ്യണം? ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. പക്ഷേ ചില മെറ്റൽസ് നമ്മൾ കാഥോഡിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചില മെറ്റൽസ് വോളറ്റൈൽ നേച്ചർ ആണെങ്കിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വോളറ്റൈൽ ആയി പോകും. ഓക്കെ, അത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹോളോ കാഥോഡ് ലാമ്പിന് പകരം ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. It consists of a sealed quartz tube containing a small amount of inert gas argon and a small quantity of metal or its salt whose spectrum of interest. ഇവിടെ എന്താണ്? ഇതിൽ ആനോഡ് കാഥോഡ് പോർഷൻ ഇല്ല. കാരണം ഇത് എന്തല്ല? ഹോളോ കാഥോഡ് ഇല്ല. ഇത് ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പാണ്. ഇതിലൊരു സീൽഡ് ക്വാർട്സ് ട്യൂബ് ഉണ്ടാകും, അതിൽ ഇനേർട്ട് ഗ്യാസ് ഫിൽഡ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഏത് മെറ്റലാണോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ടാകും. ഓക്കെ, ആൻഡ് ദ ലാമ്പ് ഹാസ് നോ ഇലക്ട്രോഡ് ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് എനർജൈസ്ഡ് ബൈ എ ഫീൽഡ് ഓഫ് റേഡിയോ ഫ്രീക്വൻസി ഓർ മൈക്രോവേവ് റേഡിയേഷൻ. ഇവിടെ ഇലക്ട്രോഡിന് പകരം മറ്റടുത്ത് ഇലക്ട്രോഡിനെ നമ്മൾ 300 വോൾട്ടേജ് വെച്ച് ഹീറ്റ് ചെയ്തിട്ടാണ് ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇലക്ട്രോഡുകൾ ഇല്ല. കണ്ട, ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പാണ്. പിന്നെ ഇവിടെ ലൈറ്റ് റേഡിയേഷന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ലാമ്പ് ഇലക്ട്രോഡുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈക്രോവേവ് റേഡിയേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റേ ഹോളോ കാഥോഡ് ലാമ്പിലാണെങ്കിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത്
കോപ്പർ കാഥോഡിലുള്ള മെറ്റൽ അയോൺസ് എന്ത് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. തിരിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് എന്തായാലും വരും. അപ്പോൾ അത് ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇവിടെ അതിന് പകരം എന്ത് ചെയ്യുന്നു, നേരിട്ട് ലൈറ്റ് റേഡിയേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒന്നെങ്കിൽ റേഡിയോ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ മൈക്രോവേവ് റേഡിയേഷൻ ആയിരിക്കും. കാരണം ഇതിൽ എന്തില്ല, ഇലക്ട്രോഡുകളില്ല. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഫോർ ദോസ് മെറ്റൽസ് വിച്ച് ആർ വോളറ്റൈൽ ഓർ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു മേക്ക് എന്താണ്, ആ മെറ്റൽസിനെ കാഥോഡിലോട്ട് ആക്കാൻ പാടാണെങ്കിൽ നമുക്ക് ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നു. The ionization of argon causes the acceleration by the high frequency component of the field until they gain sufficient energy to excite the atoms of the metal whose spectrum will be appear. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏതാണെന്ന് പറയുന്നത് മൈക്രോവേവ് റേഡിയേഷൻ ഉപയോഗിച്ചാണ് ആറ്റത്തിന് എന്ത് ചെയ്യുന്നത്, എക്സൈറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ എലമെന്റ്സുകളായിരിക്കും നമുക്ക് ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പ് യൂസ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത്, സെലീനിയം, അർസനിക്, ടിൻ. ദാറ്റ് വിൽ എക്സിബിറ്റ് എ ബെറ്റർ ഡിറ്റക്ഷൻ ലിമിറ്റ് ദാൻ ദി ഹോളോ കാഥോഡ് ലാമ്പ്. ഹോളോ കാഥോഡ് ലാമ്പിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് ഈ പറഞ്ഞ സെലീനിയത്തിനും അർസനിക്കിനും ടിന്നിനൊക്കെ ഹോളോ കാഥോഡ് ലാമ്പിനേക്കാളും അത് ഉപയോഗിച്ച് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ എന്ത് കിട്ടുന്നത്, ബെറ്റർ ഡിറ്റക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള എലമെന്റുകളാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടെങ്കിൽ ഹോളോ കാഥോഡ് ലാമ്പിന് പകരം എന്ത് ഉപയോഗിക്കുക, ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പ് യൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷേ എപ്പോഴും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഹോളോ കാഥോഡ് ലാമ്പാണ്. അതാണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. സോ ഇതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഇൻസ്ട്രുമെന്റേഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹോളോ കാഥോഡ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ആക്ട് ആസ് എ റേഡിയേഷൻ സോഴ്സ്. ഈ ഹോളോ കാഥോഡ് ലാമ്പിലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഒരു ആനോഡ് പാർട്ട് ഉണ്ടാകും, ഒരു കാഥോഡ് പാർട്ട് ഉണ്ടാകും. ഈ ഏരിയ മൊത്തം എന്താകും, ഇനേർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ആനോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, ടങ്സ്റ്റൺ വെച്ചിട്ടായിരിക്കും. കാഥോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ദ മെറ്റൽ അയോൺ ടു ബി ഡിറ്റർമൈൻഡ്. ഫോർ എക്സാമ്പിൾ കോപ്പർ ആണെങ്കിൽ കോപ്പർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നൊരു 300 വോൾട്ട് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ കോപ്പർ ആറ്റത്ത് എന്ത് ചെയ്യുന്നു, ഈ ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, ഇതിൽ മൊത്തം എന്താണെന്നാ പറഞ്ഞത്, ആർഗൺ, നിയോൺ പോലുള്ള ഇനേർട്ട് ഗ്യാസുകളാണ്. ഇവ ചൂടാകുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹീറ്റ് എനർജി ഇങ്ങോട്ട് എത്തുന്നു. ഈ ഹീറ്റ് എനർജി ഈ കോപ്പർ ആറ്റം എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്തിട്ട് ഇതിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. എനർജി, അതായത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. തിരിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് എങ്ങോട്ട് തന്നെ വരുന്നുണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവ എന്ത് ചെയ്യുന്നു, ലൈറ്റ് റേഡിയേഷൻ ആയിട്ടായിരിക്കും എനർജി കളയുന്നത്. പോകുന്നത് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നതെങ്കിലും തിരിച്ച് എനർജി കളഞ്ഞ് പഴയ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു, ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ, അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കോപ്പറാണ്. അപ്പോൾ കോപ്പറിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ലൈറ്റ് റേഡിയേഷൻ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. അത് നമ്മളൊരു ലെൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഇനി അത് ഐസൊലേറ്റ് ചെയ്തത് വഴി വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ എന്തിരിക്കുന്നു, സാമ്പിൾ സൊല്യൂഷൻ ഇരിക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെബുലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തതിനെ വേപ്പറൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലെയിമിലോട്ട് കാണിക്കുന്നു. ഫ്ലെയിമിലോട്ട് കാണിച്ചു കഴിയുമ്പോൾ അത് എന്ത് പറ്റുന്നു, അത് വേപ്പർ സ്റ്റേറ്റിലോട്ടാകും. നമ്മുടെ സാമ്പിൾ സൊല്യൂഷൻ മാറി അത് പിന്നെന്താകുന്നു, വേപ്പർ സ്റ്റേറ്റിലോട്ടാകുന്നു. ഇതിലുള്ള ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റും ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആറ്റംസും ഉണ്ട്. ഇതിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഈ കണ്ട ഈ പുറത്തോട്ട് വന്ന്, അതായത് ഈ കോപ്പർ കാഥോഡ് പുറത്തോട്ട് വിട്ട ലൈറ്റ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ്. ആ അബ്സോർബ് ചെയ്ത റേഡിയേഷനെ മാത്രം നമ്മളൊരു പർട്ടിക്കുലർ, അതായത് ഇവിടെ ഉപയോഗിച്ച പോലെ തന്നെ ഒരു ലെൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, മോണോക്രോമാറ്ററിലോട്ട് കടത്തിവിടുന്നു. മോണോക്രോമാറ്റർ അതിനെ എന്തിലോട്ട് കടത്തിവിടുന്നു, ഡിറ്റക്ടറിലോട്ട് കടത്തിവിടുന്നു. ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നു, ഇപ്പം നമുക്ക് കിട്ടിയത് ലൈറ്റ് റേഡിയേഷനാണ്, അതിനെ എന്തായിട്ട് മാറ്റുന്നു, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് നമുക്കൊരു പീക്കായിട്ട് കിട്ടുന്നു. ഓക്കെ, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ ഇപ്പം നമുക്ക് 300 അല്ലെങ്കിൽ 400 നാനോമീറ്ററിൽ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിലാണ് കിട്ടുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ഒരു മെറ്റൽ ആറ്റമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നു. എത്രത്തോളം ഇത് അബ്സോർബ് ചെയ്തു അത്രത്തോളം മെറ്റൽ ആറ്റംസും അതിലുണ്ടാകും. ഇതാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റേഷൻ പാർട്ട് ഓർത്തിരിക്കുക. ഹോളോ കാഥോഡ് ലാമ്പിലെ ആനോഡ് കാഥോഡ് പോർഷൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഇതിലുള്ള
പർട്ടിക്കുലർ കാഥോഡ് മെറ്റലാണ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ ലൈറ്റ് റേഡിയേഷനെയാണ് നമ്മുടെ വേപ്പർ സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റാലിക് സ്പീഷീസ് കണ്ടെയ്നിങ് സാമ്പിൾ അബ്സോർബ് ചെയ്യുന്നതും. ആ പർട്ടിക്കുലർ അബ്സോർബ് ചെയ്ത റേഡിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അതിലെ ഹോളോ കാഥോഡ് ലാമ്പ് നമ്മൾ പറഞ്ഞു. ഇനി ചോപ്പർ നമ്മളിവിടെ പറഞ്ഞല്ലേ, അതെ ഇവിടുത്തെ രണ്ടൊരു ലെൻസ് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ലെൻസ് വെച്ചിരിക്കുന്നത്? ഞാൻ ചോപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എ റൊട്ടേറ്റിംഗ് വീൽ ഈസ് ഇന്റർസ്പേഴ്സ്ഡ് ബിറ്റ്വീൻ ദി ഹോളോ കാഥോഡ് ലാമ്പ് ആൻഡ് ഫ്ലെയിം. ഈ ഹോളോ കാഥോഡ് ലാമ്പിനും ഈ ഫ്ലെയിമിനും ഇടയിൽ നമ്മളൊരു ലെൻസ് വെച്ചിട്ടുണ്ട്. അതിനെയാണെന്ന് വിളിക്കുന്നത് ചോപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ചോപ്പർ എന്ന് പറയുന്നത്? ഇറ്റ് ബ്രേക്ക് ദ സ്റ്റഡി ലൈറ്റ് ഫ്രം ദ ലാമ്പ് ഇൻ ടു എ പൾസേറ്റിംഗ് ലൈറ്റ്. അതായത് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കോപ്പറിലുള്ള കാഥോഡിലുള്ള കോപ്പർ ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മളൊരു ലെൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചോപ്പർ ഉപയോഗിച്ച് എന്താക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്? ഇറ്റ് ബ്രേക്ക് ദ സ്റ്റഡി ലൈറ്റ് ഫ്രം ദ ലാമ്പ് ഇൻ ടു എ പൾസേറ്റിംഗ് ലൈറ്റ് ആക്കി മാറ്റുന്നു. കണ്ടിന്യൂസ് റേഡിയേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചോപ്പർ വെച്ച് എന്ത് ചെയ്യുന്നു? പൾസേറ്റിംഗ് മോഡിലോട്ട് ആക്കി വരുന്നു. ദിസ് ഗീവ്സ് എ പൾസേറ്റിംഗ് കറണ്ട് ഇൻ ദി ഫോട്ടോ സെൽ അല്ലെങ്കിൽ ഡിറ്റക്ടർ. ഒരുമിച്ച് ഫുൾ റേഡിയേഷനോട് ഒരുമിച്ചല്ല, ഒരു പൾസേറ്റിംഗ് മോഡലിൽ ആക്കാൻ വേണ്ടിയാണ് അവിടെ ചോപ്പർ ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ ഫ്ലെയിം ഈസ് നോട്ട് റെക്കോർഡഡ് ബൈ ദ ഡിറ്റക്ടർ. അതായത് ഇതിൽ നിന്ന് വരുന്ന കണ്ടിന്യൂസ് ലൈറ്റിനെ ഫുള്ളും നമുക്ക് ഡിറ്റക്ടറിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരു പൾസേറ്റിംഗ് മോഡലിലോട്ട് ആക്കുന്ന, ഒരു കണ്ടിന്യൂസ് ഫ്ലോയിൽ നിന്ന് ഒരു പൾസേറ്റിംഗ് മോഡലിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചോപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബർണർ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഫ്ലെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഈ ഫ്ലെയിം ആയിട്ട് ഇവിടെ നമ്മൾ ഫ്ലെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബർണേഴ്സ് ആണ്. 2 തരം ബർണേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ കൺസപ്ഷൻ ബർണറും പ്രീമിക്സ് ബർണറും. നമ്മളിപ്പോൾ ഇതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടിലോട്ടാണ് പോയിരിക്കുന്നത്. ഫസ്റ്റ് ലൈറ്റ് സോഴ്സ് കോമൺലി യൂസ് ചെയ്യുന്നത് ഹോളോ കാഥോഡ് ലാമ്പും ഇലക്ട്രോഡ്ലെസ് ഡിസ്ചാർജ് ലാമ്പാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ലെൻസ് അല്ലെങ്കിൽ ചോപ്പർ എന്തിനാണെന്ന് പറഞ്ഞു? ദാറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി ലൈറ്റ് സോഴ്സ് ആൻഡ് ഫ്ലെയിം എന്ന് പറഞ്ഞു. ദാറ്റ് വിൽ കൺവേർട്ട് ദി കണ്ടിന്യൂസ് മാനർ ലൈറ്റിന് അല്ലെങ്കിൽ ഇതിനെന്താക്കി മാറ്റുന്നു? പൾസറ്റൈൽ മോഡലിലോട്ട് ആക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മാത്രമേ നമുക്ക് ഡിറ്റക്ടറിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കണ്ടോ, ഇവിടെ അതേപോലെ തന്നെ ഈ എമിറ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത റേഡിയേഷനെ കണ്ടിന്യൂസിൽ നിന്നും എന്താക്കി മാറ്റാൻ വേണ്ടിയിട്ട് പൾസറ്റൈൽ മോഡലിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ഒരു ചോപ്പർ വെച്ചിട്ടുണ്ട് അല്ലേ, ബിറ്റ്വീൻ ദി ഫ്ലെയിം ആൻഡ് ദി മോണോക്രോമാറ്റർ. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോയിനെ എന്താക്കി മാറ്റാൻ വേണ്ടി പൾസറ്റൈൽ ഫ്ലോയിലോട്ട് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു ലെൻസ് അല്ലെങ്കിൽ ചോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫ്ലെയിം, അതായത് നമ്മുടെ സാമ്പിൾ സൊല്യൂഷനെ വേപ്പർ ഫോമിലോട്ട് ആക്കാൻ സഹായിക്കുന്ന ബർണറുകൾ, അത് 2 ടൈപ്പ് ഉണ്ട്. ടോട്ടൽ കൺസപ്ഷൻ ബർണറും പ്രീമിക്സ് ബർണറും ഉണ്ട്. ഫസ്റ്റ് ടോട്ടൽ കൺസപ്ഷൻ ബർണർ എന്താന്ന് നോക്കാം. In total consumption burner, the sample solution, the fuel and the oxidizing gas are passed through a separate passages to meet at the opening of the base of the flame. ഇവിടെ ടോട്ടൽ കൺസപ്ഷൻ ബർണറിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ ഫോട്ടോയ്ക്കകത്ത് ജസ്റ്റ് സാമ്പിൾ സൊല്യൂഷനെ കണ്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ഫ്ലെയിം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചുമ്മാ ജസ്റ്റ് സാമ്പിൾ സൊല്യൂഷനെ കൊടുത്തു, അത് നമ്മൾ ഫ്ലെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞത്. ഇവിടെ ഒരു ഫ്ലെയിം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഫ്യൂവലും കൊടുക്കണം, ഓക്സിഡൻസും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ സാമ്പിൾ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സൊല്യൂഷൻ കണ്ടെയ്നിങ് മെറ്റാലിക് സ്പീഷീസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ ഫ്ലെയിം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഫ്ലെയിം വരണമെങ്കിൽ നമ്മളൊരു ഇന്ധനവും ആ ഇന്ധനം കത്താൻ ആവശ്യമായിട്ടുള്ളൊരു അല്ലെങ്കിൽ അതിന് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓക്സിഡൻറ്റും കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഓർത്തിരിക്കണം. ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിജനോ അല്ലെങ്കിൽ ഹൈഡ്രജനോ ഒക്കെയാണ് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇൻ എ ടോട്ടൽ കൺസപ്ഷൻ ബർണർ, എന്താണ് ഈ ടോട്ടൽ ബർണർ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ടോട്ടൽ കൺസപ്ഷൻ ബർണറും പ്രീമിക്സ് ബർണറും. ടോട്ടൽ കൺസപ്ഷൻ ബർണർ എന്ന് പറയുമ്പോഴത്തേക്കും ദ സാമ്പിൾ സൊല്യൂഷൻ, നമുക്ക് അനലൈസ് ചെയ്യേണ്ട സാമ്പിൾ സൊല്യൂഷൻ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവല് and the oxidizing gas are passed through a separate passages to meet at the opening of the base of the flame. അതായത് ടോട്ടൽ കൺസപ്ഷൻ ബർണറിനകത്ത് സാമ്പിൾ ഒരു ഇൻലെറ്റിലൂടെ കയറുന്നു, ഫ്യൂവൽ ഒരു ഇൻലെറ്റിലൂടെ കയറുന്നു, ഓക്സിഡന്റ് ഒരു സ്ഥലത്തൂടെ കയറുന്നു. 3 പാസേജസ് ആണ്. എന്നിട്ട് ഇവ 3 കൂടെയാണ് എവിടെ എത്തുന്നത്? ഈ ഫ്ലെയിമിന്റെ ബേസിലോട്ട് എത്തുന്നത്. ഓക്കെ, 3 കയറാനായിട്ട് പ്രത്യേകം ഇൻലെറ്റുകളാണ്.
അതാണ് ടോട്ടൽ കൺസംഷൻ ബർണറിൽ പറയുന്നത്. കണ്ടോ, സാമ്പിള്, ഫ്യൂവൽ ആൻഡ് ഓക്സിഡൈസിങ് ഗ്യാസ് ആർ പാസ്ഡ് ത്രൂ സെപ്പറേറ്റ് പാസേജസ്. എന്നിട്ട് അവയെല്ലാം കൂടെ ഒരു സ്ഥലത്തെത്തി, ഒരു കോമൺ സ്ഥലത്തെത്തി എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു. The flame breaks the liquid sample into droplet. നമ്മുടെ ഫ്ലെയിം എന്താ ചെയ്യുന്നത്, നമ്മുടെ ലിക്വിഡ് സാമ്പിളിനെ എന്താക്കി മാറ്റുന്നു, ഡ്രോപ്ലെറ്റ് ആക്കി മാറ്റുന്നു. പിന്നീട് അവ എന്ത് ചെയ്യുന്നു, ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് ലീവിംഗ് ദ റെസിഡ്യൂ വിച്ച് ഈസ് reduced to an atom. These burners use hydrogen or acetylene as ഫ്യൂവൽ ആയിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ അല്ലെങ്കിൽ അസറ്റിലിൻ ആട്ടോ. മുമ്പേ ഓക്സിജൻ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഹൈഡ്രജൻ ആൻഡ് അസറ്റിലിൻ ആണ് കോമൺലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഹൈഡ്രജൻ ആൻഡ് അസറ്റിലിൻ ആണ് കോമൺലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ. ഓക്കെ, ഇതാണ് ഫ്ലെയിമിൻ്റെ ടോട്ടൽ കൺസംഷൻ ബർണറിൽ ഒന്നുമില്ല, മൂന്നും ഫ്യൂവലും ഓക്സിഡൻറ്റും സാമ്പിൾ സൊല്യൂഷൻ പ്രത്യേകം പാസേജസ് വഴിയാണ് അകത്തോട്ട് കയറുന്നത്. എന്നിട്ടൊരു കോമൺ ഏരിയയിൽ വെച്ചിട്ടായിരിക്കും അവ മൂന്നും എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നത്, ഫ്ലെയിം ആയിട്ട് മാറി. ഈ ഫ്ലെയിം ആ ലിക്വിഡ് സാമ്പിളിനെ പിന്നീട് വേപ്പറൈസ്ഡ് ആക്കുകയും വേപ്പറൈസ്ഡ് ആയിട്ടുള്ള ആ സാമ്പിളിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് ആണ് പിന്നീട് ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയും ആ പർട്ടിക്കുലർ ലൈറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് നമ്മളൊരു ചോപ്പർ ഉപയോഗിച്ച് പൾസറ്റൈൽ ഫാഷനിലോട്ടാക്കുന്നു. അതിനെ നമ്മൾ ഡിറ്റക്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഡിറ്റക്ടർ ചെയ്യുന്നു. ആ ഡിറ്റക്ടർ അതിന് ഇലക്ട്രിക് സിഗ്നലാണ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലൈറ്റ് സിഗ്നലാണ്, അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുകയും ആ ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇതാണ് ഫ്ലെയിം അറ്റോമൈസർ. ടോട്ടൽ കൺസംഷൻ ബർണറിന്റെ ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പിളിന് കയറാൻ വേണ്ടി കണ്ടോ, ഒരു സാമ്പിൾ ഇൻലെറ്റ് ഫ്യൂവലിന് കയറാനും ഓക്സിഡൻസിന് കയറാനും പ്രത്യേകം ഇൻലെറ്റ്. എന്നിട്ട് ഇവ മൂന്നും ഒരു കോമൺ ഏരിയ ഓഫ് ബേസ് ഓഫ് ഫ്ലെയിമിൽ വന്ന് എന്ത് ചെയ്യുന്നു, മീറ്റപ്പ് ചെയ്യുന്നു. കണ്ടോ, മൂന്നിനും കയറാനായിട്ട് ഫ്യൂവലിനും സാമ്പിളിനും ഓക്സിഡൻസിനും പ്രത്യേകം പാസേജസ് ആണ്. ഓക്കെ, total consumption burner, separate channels bring the sample, fuel and oxygen into a combustion area and all of the sample that is carried out into the burner is burnt. So sensitivity is greater than in a burner where the sample is not completely burnt. ഈ ടോട്ടൽ കൺസംഷൻ ബർണർ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, പക്ഷേ വേർ ദ സാമ്പിൾ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ബേൺഡ്, പൂർണ്ണമായിട്ടും സാമ്പിൾ എന്ത് ചെയ്യുന്നില്ല, ബേൺ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എക്സ്ട്രാ ടർബുലൻസ് ഇൻ ദ ഫ്ലെയിം ഫ്രം വേരിയേഷൻ ഇൻ ഡ്രോപ്ലെറ്റ് സൈസ് ഇൻക്രീസ് ദ നോയ്സ്. ഈ ടോട്ടൽ കൺസംഷൻ ബർണർ യൂസ് ചെയ്യുമ്പം നോയ്സ് ചാൻസും കൂടുതലാണെന്നാണ് പറയുന്നത്. സോ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ബർണർ, അല്ലെങ്കിൽ നമ്മളിതിനെ ആറ്റോമൈസർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സാമ്പിളിനെ എന്താക്കി മാറ്റും, നമ്മൾ ആറ്റോമൈസ് ചെയ്ത് മാറ്റുകയാണ്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് ആയിട്ട് മാറ്റുകയാണ്. അപ്പം അതിന് ആറ്റോമൈസർ എന്നാണ് പറയുന്നത്. നമ്മളിപ്പം ഹോളോ കാഥോഡ് ലാമ്പ്, ലൈറ്റ് റേഡിയൻ സോഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു, പിന്നെ ചോപ്പർ, പിന്നെ ആറ്റോമൈസർ അല്ലെങ്കിൽ ഫ്ലെയിമിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആറ്റോമൈസർ ആണ്. രണ്ട് തരം ആറ്റോമൈസർ ഉണ്ട്, ടോട്ടൽ കൺസംഷൻ ബർണറും പ്രീമിക്സ് ബർണറും. ടോട്ടൽ കൺസംഷൻ ബർണറിൽ പ്രത്യേക ഇൻലെറ്റ് വഴിയായിരിക്കും മൂന്നും കയറുന്നത്. ഒരു കോമൺ ഏരിയ വെച്ച് അവ മീറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ഫ്ലെയിം ആയിട്ട് മാറിയിട്ട് നമ്മുടെ മെറ്റാലിക് സാമ്പിൾ കണ്ടെയ്നിങ് സൊല്യൂഷൻ എന്താക്കി മാറ്റുന്നു, വേപ്പറാക്കി മാറ്റുന്നു. പിന്നീട് ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന കാര്യം. ഇതാണ് പ്രീമിക്സ് ബർണർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഇൻലെറ്റുകളൊന്നുമില്ല, ഓൾറെഡി മിക്സ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബിക്കോസ് ഓഫ് ദി യൂണിഫോമിറ്റി ഇൻ ദ ഫ്ലെയിം ഇൻറ്റൻസിറ്റി. കോമൺലി യൂസ് ചെയ്യുന്നത് പ്രീമിക്സ് ബർണർ ആണ്. In this, the sample solution, fuel and oxidants are mixed before they reach the tip. അതായത് ടോട്ടൽ കൺസംഷൻ ബർണറിൽ ഈ ഫ്ലെയിമിൽ എത്തുമ്പോഴാണ് ഇവ മൂന്നും കൂടെ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ചാവുന്നത്. അതുവരെ ഇവ തമ്മിൽ കണ്ടുമുട്ടുന്നതേ ഇല്ല. പക്ഷേ പ്രീമിക്സ് ബർണറിൽ നമ്മുടെ സാമ്പിൾ സൊല്യൂഷനും ഫ്യൂവലും നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിഡൻസും ഓൾറെഡി മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ബിഫോർ ദേ റീച്ച് ദ ടിപ്പ്, ആ ഫ്ലെയിമിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നത്, മിക്സ്ഡ് ഫോമിലായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. പ്രത്യേകം പാസേജുകളില്ലെന്ന് അർത്ഥം. The fine droplets get carried out along with the fuel gas at outlet. The large drops of sample get collected in chamber and are drained out. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കിയാൽ നോൺ ടർബുലന്റ് ആണ്. പക്ഷേ നമ്മൾ ടോട്ടൽ കൺസംഷൻ ബർണറിൽ ടർബുലൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇത് നോൺ ടർബുലന്റ് ആണ്, നോയ്സ്ലെസ് ആണ്, സ്റ്റേബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓൺലി 5% ഓഫ് സാമ്പിൾ റീച്ചസ് ടു ദ ഫ്ലെയിം ആൻഡ് റെസ്റ്റ് 95% ഈസ് വേസ്റ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഏത് ഉപയോഗിച്ചാൽ, പ്രീമിക്സ് ബർണർ ഉപയോഗിച്ചാൽ. അതേസമയം ടോട്ടൽ കൺസംഷൻ ബർണർ നല്ല സെൻസിറ്റിവിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞു. പ്രശ്നം ടർബുലൻസും നോയ്സിൻ്റെ ആയിരുന്നു. ഇവിടെ ടർബുലൻസും
നോയ്സ്ലെസ്സും ആയിരിക്കും. പക്ഷേ 5% സാമ്പിൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഫ്ലെയിമിലോട്ട് എത്തുന്നുള്ളൂ. ബാക്കി 95% വേസ്റ്റായി പോവാന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ ടോട്ടൽ കൺസപ്ഷൻ ബർണറിൽ പറഞ്ഞായിരുന്നു, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തുമ്പോൾ മാത്രമേ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടുമുട്ടുന്നുള്ളൂ. അവിടെ വെച്ചാണ് ഈ ഫ്ലെയിമിനെ വേപ്പറൈസ് ആക്കി മാറ്റുന്നത്. പക്ഷേ ഈ പ്രീമിക്സ് ബർണറിൽ ഓൾറെഡി എല്ലാം മിക്സ്ഡ് ആണ്. സോൾവെന്റും അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂവലും ഓക്സിഡൻറ്റും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ വേപ്പർ ഫോമിലോട്ട് ആകുന്നതിനോടൊപ്പം തന്നെ നമ്മളിതിനകത്ത് മെറ്റൽ കണ്ടെയ്നിങ് സാമ്പിൾ സൊല്യൂഷൻ ആണല്ലോ. ഈ ഫ്ലെയിമിൻ്റെ എഫക്റ്റ് കാരണം ഈ മെറ്റൽ എന്തായിട്ട് മാറാം, ഓക്സൈഡ് ആയിട്ട് മാറാം. മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വേസ്റ്റാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മെറ്റൽ ഓക്സൈഡ്, ഈ ഫ്ലെയിമിൻ്റെ ഹീറ്റ് കാരണം എന്ത് ചെയ്യും, കുറേ മെറ്റലുകൾ ഓക്സൈഡുകളായിട്ട് എന്ത് ചെയ്യും, അങ്ങ് വേസ്റ്റ് ആയി പോകും. ഓക്സൈഡ് ആയി പോയതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന മെറ്റൽ ആറ്റംസ് ആണ് ആ ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക. പ്രീമിക്സ് ബർണർ, ആറ്റോമൈസർ 2 ഉണ്ട്. അത് നമ്മുടെ സാമ്പിൾ സൊല്യൂഷനെ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റാൻ സഹായിക്കുന്നവയാണ് ആറ്റോമൈസർ. 2 ആറ്റോമൈസർ ഉണ്ട്, ടോട്ടൽ കൺസപ്ഷൻ ബർണറും പ്രീമിക്സ് ബർണറും. ഇനി അടുത്തത് മോണോക്രോമാറ്റേഴ്സ്. The common monochromators used are prisms and gratings. Prism type grating type monochromators ആണ് commonly യൂസ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നതിന്റെ ഫംഗ്ഷൻ എന്താണ്, ടു സെലക്ട് എ ഗിവൺ അബ്സോർബിംഗ് ലൈൻ ഫ്രം ദ സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ഫ്രം ദി ഹോളോ കാഥോഡ് ലാമ്പ്. അല്ലേ, ഹോളോ കാഥോഡ് ലാമ്പിൽ നിന്ന് നമ്മുടെ മെറ്റൽ ആറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് മാത്രം നമുക്ക് മതി, ബാക്കിയുള്ളതൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇതിനെ മാത്രം, അബ്സോർബിംഗ് ലൈനിനെ മാത്രം, അതായത് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തുള്ള ലൈറ്റിനായിരുന്നു ഇത് അബ്സോർബ് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തുള്ളതിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത്. ദ എമിഷൻ സ്പെക്ട്രം ഫ്രം ദ ഹോളോ കാഥോഡ് മേ ബി കോംപ്ലിക്കേറ്റഡ്, സോ ഇറ്റ് മസ്റ്റ് ബി റിസോൾവ് യൂസിങ് എ നാരോ ബാൻഡ് പാസ് മോണോക്രോമാറ്റർ. അതായത് ഇതിൽ നിന്ന് കുറേ റേഡിയേഷൻ പുറത്തോട്ട് വരുന്നുണ്ട്, നമുക്ക് ഈ മെറ്റൽ ആറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻ മാത്രം മതി. അതിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, മോണോക്രോമാറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അടുത്ത ഡിറ്റക്ടേഴ്സ്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ് ആണ്. ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡിറ്റക്ടർ യൂസ്ഡ് ഇൻ ദ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇവ എന്ത് ചെയ്യുന്നു, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്, അതാണ് PMT എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് വിൽ കൺവേർട്ട് ദ റേഡിയന്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. നമുക്കിപ്പോൾ റേഡിയന്റ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജിയുടെ ഫോമിലായിരിക്കും നമുക്ക് ഈ മെറ്റൽ ആറ്റംസ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് റേഡിയേഷൻ ആണല്ലോ. അതിനെ എന്ത് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യണം. ഇറ്റ് കണ്ടെയ്ൻസ് എ സീരീസ് ഓഫ് ഇലക്ട്രോഡ്സ് കാൾഡ് ഡൈനോഡ്സ് ആൻഡ് ആനോഡ്സ്. അടുത്തത് നമുക്ക് കിട്ടിയ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ത് ചെയ്യാം, നമുക്കിനി ആംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആംപ്ലിഫയർ. ദ കറണ്ട് ഫ്രം ദ ഫോട്ടോ മൾട്ടിപ്ലയർ ഡിറ്റക്ടർ അവയെ എന്താക്കി മാറ്റി, ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റി. ഇപ്പോൾ ഇത് കറണ്ട് ആക്കി. So that is amplified several times and the signals from the PMTs lead to an AC amplifier to modulate the energy source, and the signal is passed through a filter and convert to a DC signal and amplified. AC signal ആയിട്ടായിരിക്കും ആദ്യം ആയിരിക്കുന്നത്, അതിനെ DC കറണ്ടിലോട്ട് മാറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. പിന്നെ റീഡ് ഔട്ട് ഡിവൈസ്, അഥവാ റെക്കോർഡർ. ദ ചാർട്ട് റെക്കോർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ റീഡ് ഔട്ട് ഡിവൈസ് ആണ് നമ്മൾ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നത്.